Hi dears, welcome to my YouTube channel. Standard 7 Social Science, Chapter 9 Maps and Technology to Know the Earth. ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് കാണുക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാപ്പ് റീഡിംഗ്. ടൈറ്റിൽ തലക്കെട്ട്, സ്കെയിൽ തോത്, ഡയറക്ഷൻ ദിക്ക്, ലാറ്റിറ്റ്യൂഡ് അക്ഷാംശരേഖ, ലോഞ്ചിറ്റ്യൂഡ് രേഖാംശരേഖ, കൺവെൻഷണൽ കളേഴ്സ് സിംബൽസ് അംഗീകൃത നിറങ്ങൾ ചിഹ്നങ്ങൾ, ഇൻഡെക്സ് സൂചിക. ഇവയാണ് ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈറ്റിൽ തലക്കെട്ട്. The title indicates the major geographical feature that is depicted on a map. ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട്. സ്കെയിൽ അഥവാ തോത്. സ്കെയിൽ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ the distance of two places on the ground and the corresponding distance of the same places on the map. ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള ആനുപാതമാണ് തോത് അഥവാ സ്കെയിൽ. അതായത് ഒരു മാപ്പിൻ്റെ സ്കെയിൽ 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ എന്നാണെങ്കിൽ മാപ്പിലെ 1 സെൻറ്റിമീറ്റർ അകലം എന്നത് എർത്തിലെ 1 കിലോമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്തത് ഡയറക്ഷൻസ്, ദിക്കുകൾ. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്ത് N എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മുകൾ ഭാഗം വടക്കാണെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ മാപ്പിൻ്റെ ഡയറക്ഷൻസ് അറിയാൻ ഇത് സഹായിക്കുന്നു. അടുത്തത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്, അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതയുടെയുമൊക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ്. അപ്പോൾ അക്ഷാംശ രേഖാംശ രേഖകൾ ഭൂപടത്തിന് അനിവാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗമോപരിതല സവിശേഷതയുടെയും പ്രദേശത്തിൻ്റെയും സ്ഥാനം കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടി. കൺവെൻഷണൽ കളേഴ്സ് സിംബൽസ്, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കൂ, ഓരോ കളേഴ്സിൻ്റെയും ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ നാച്ചുറൽ വെജിറ്റേഷൻ, യെല്ലോ അഗ്രികൾച്ചറൽ ലാൻഡ്, റെഡ് ഹാബിറ്റേറ്റ്സ് ആൻഡ് റോഡ്സ്, ബ്ലാക്ക് റെയിൽവേ ലൈൻസ്, ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ആൻഡ് ടെലിഫോൺ ലൈൻസ്, ബ്ലൂ വാട്ടർ ബോഡീസ്, ബ്രൗൺ റോക്കി സർഫേസസ്, സാൻഡ് ഡ്യൂൺസ് ആൻഡ് മൗണ്ടൻസ്. ഇനി സിംബൽസ് ആൻഡ് ഫീച്ചേഴ്സ് നോക്കൂ. ടാർഡ് റോഡ്, ഡബിൾ റെഡ് ലൈനാണ് അല്ലേ. അതുപോലെ റെയിൽവേ ലൈൻ, സ്ട്രീം, റിവർ, ചർച്ച്, ടെമ്പിൾ, മോസ്ക്, ഹാബിറ്റേറ്റ്സ്, പോസ്റ്റ് ഓഫീസ്, വെൽ, പോലീസ് സ്റ്റേഷൻ, ഫോർട്ട്, ബ്രിഡ്ജ്, പോണ്ട്, ട്യൂബ് വെൽ, സെമിത്തേരി. മാപ്പിൽ കാണുന്ന ഓരോ കളേഴ്സും സിംബൽസുമാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് നോക്കി നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഭൂപട വായനയ്ക്ക് അനിവാര്യമായ മറ്റൊരു ഘടകമാണ് സൂചിക അഥവാ ഇൻഡെക്സ്.
ഭൂപടങ്ങളിൽ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ഇന്ത്യയുടെ ഈ മാപ്പിൽ സൈഡിലായിട്ട് കണ്ടില്ലേ, അതാണ് ഇൻഡെക്സ്. ഓരോ മാപ്പിനും എന്തുണ്ടായിരിക്കും? ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാപ്പ് റീഡിംഗ്? ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയാണ് എഴുതേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. തോത് അടിസ്ഥാനമാക്കി ഭൂപടങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? ഒന്ന്, ലാർജ് സ്കെയിൽ മാപ്സ്, അതായത് വലിയ തോത് ഭൂപടങ്ങൾ. രണ്ട്, സ്മാൾ സ്കെയിൽ മാപ്സ്, ചെറിയ തോത് ഭൂപടങ്ങൾ. ഇനി എന്തൊക്കെയാണ് ലാർജ് സ്കെയിൽ മാപ്സും സ്മാൾ സ്കെയിൽ മാപ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ഡെപിക്ട്സ് more information about a small area. Depicts only less information of an area. ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ. എന്നാൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ലാർജ് സ്കെയിൽ മാപ്പിന് എക്സാമ്പിളാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ആൻഡ് വില്ലേജ് മാപ്പ്. സ്മാൾ സ്കെയിൽ മാപ്സിന് വേൾഡ് മാപ്പ്, മാപ്പ് ഓഫ് ഇന്ത്യ, മാപ്പ് ഓഫ് കേരള എന്നിവയാണ് ഉദാഹരണമായിട്ടുള്ളത്. ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ധരാതലീയ ഭൂപടം എന്നാണ്. ഇനി ലാർജ് സ്കെയിൽ ഓഫ് മാപ്പിൻ്റെയും സ്മാൾ സ്കെയിൽ ഓഫ് മാപ്പിൻ്റെയും സ്കെയിൽ ഓഫ് എക്സാമ്പിൾസ് നോക്കാം. ലാർജ് സ്കെയിൽ മാപ്പിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1/2 കിലോമീറ്റർ. അതുപോലെ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1/4 കിലോമീറ്റർ. എന്നാൽ സ്മാൾ സ്കെയിൽ മാപ്പിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 25 കിലോമീറ്റർ, 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 കിലോമീറ്റർ എന്നിങ്ങനെയാണ്. ഈ രണ്ട് മാപ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ഡിഫറൻസസ് നന്നായി പഠിക്കണേ മക്കളെ.